മുസ്ലിം പേരുകളിൽ പല സോഷ്യൽ മീഡിയകളിലും അക്കൗണ്ടുകൾ തുറക്കുന്നു. തൻ്റെ യഥാർത്ഥ പേര് മറച്ചുവെച്ച് ഖാൻ എന്നും പത്താൻ എന്നുമൊക്കെ കൂട്ടി വായിക്കാവുന്ന ഈ പേരിൽ ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പടച്ചുവിടുന്നു. ഐക്യത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ വിദ്വേഷവും വർഗീയതയും സൃഷ്ടിക്കണമെന്ന തികഞ്ഞ ലക്ഷ്യത്തോടെ ചെയ്തു കൂട്ടുന്ന ഈ പരാക്രമങ്ങൾക്ക് പിന്നാലെ പോലീസ് പോകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ഒരു മുസ്ലിം നാമധാരിയോ ഒരു മുസ്ലിമോ അല്ല. ഏറ്റവും അവസാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പുറത്തു വന്നു. ഞങ്ങൾ ബോംബ് സ്ഫോടനം നടത്തുമെന്നും കുറഞ്ഞത് 1000 ഭക്തരെയെങ്കിലും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. നാസിർ പത്താൻ എന്ന വ്യാജ അക്കൗണ്ടിൽ നിന്ന് മുഴങ്ങിയ ഈ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ പോയ പോലീസിന് ബീഹാർ സ്വദേശിയായ ആയുഷ് കുമാർ ജയ്സാൾ എന്ന 17-കാരനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആയുഷ് തൻ്റെ സുഹൃത്തായ നാസിർ പത്താനുമായി ചില വഴക്കുകളിൽ ഏർപ്പെട്ടിരുന്നു. അതിനെ പ്രതികാര ബുദ്ധിയോടെ കണ്ട ആയുഷ് സുഹൃത്തിനെ കുടുക്കാൻ വേണ്ടി ചെയ്തു വെച്ചത് വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. കാട്ടുതീ പോലെയാണ് സോഷ്യൽ മീഡിയകളിൽ ഈ പോസ്റ്റ് പടർന്നു പിടിച്ചത്. കോൺഗ്രസ് നേതാക്കളായ ഇമ്രാൻ പ്രതാപ് റെഡ്ഡിയും സുപ്രിയ ശ്രീനേറ്റും സംഭവത്തെ അപലപിച്ചിരുന്നു. സമാനമായി 2023 ഡിസംബർ 27 ലക്നൗ നിവാസിയായ ദേവേന്ദ്ര തിവാരി സോഷ്യൽ മീഡിയയിൽ തനിക്ക് സുബർഖാൻ എന്ന പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അവിടുത്തെ ADGPക്കുമെതിരെ വധഭീഷണി മുഴക്കി ഒരു ഇമെയിൽ അയച്ചതായി പ്രഖ്യാപിക്കുന്നു. മുസ്ലിങ്ങളുടെ ജീവിതം ഇത്രയും ദുരിതത്തിലാക്കിയതിന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യോഗിയെയും അമിതാഭ് യാഷിനെയും അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന ഭാഷയിൽ അയച്ച ഇമെയിലിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആളുകൾ UPയിൽ എത്തിയിട്ടുണ്ട്. ദേവേന്ദ്ര തിവാരി, യോഗി ആദിത്യനാഥ്, അമിതാഭ് യാഷ് എന്നിവരെ ഞങ്ങൾ ബോംബ് വെച്ചു കൊല്ലും. കൂടുതൽ വിശ്വാസ്യത വരുത്താൻ വേണ്ടി ഇമെയിലിൻ്റെ അവസാന വരികൾ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു: ഞങ്ങൾ അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്യുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ISI ഏറ്റെടുക്കുന്നു. ആലം അൻസാരി ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് സമാനമായ രീതിയിൽ ഒരു ഭീഷണി മെയിൽ ലഭിച്ചതായി തിവാരി അന്ന് വേറെയും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തിവാരിക്ക് ലഭിച്ച മെയിലുകളുടെ ഉറവിടം തേടിപ്പോയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് കിട്ടിയത് 2 പ്രതികളായിരുന്നു. ഗോണ്ടയിൽ നിന്നുള്ള തഹാർ സിംഗും ഓം പ്രകാശ് മിശ്രയും. ഭീഷണി മെയിൽ ലഭിച്ചതായി അവകാശപ്പെട്ട തിവാരി തന്നെയാണ് സിംഗിനോടും മിശ്രയോടും വ്യാജ ഐഡന്റിറ്റികളിൽ ഇമെയിലുകൾ അയക്കാൻ ആവശ്യപ്പെട്ടത്. തിവാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും സംശയം ജനിപ്പിക്കുക എന്നതല്ല, അതിനപ്പുറത്തേക്ക് വർഗീയ പക്ഷാപാതങ്ങളെ ആയുധമാക്കാനും മുസ്ലിങ്ങളെ അക്രമകാരികളോ ദേശവിരുദ്ധരോ ആയി ചിത്രീകരിക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകൾ ശക്തിപ്പെടുത്തുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണിത്. ഭീഷണിയുടെ നേരിട്ടുള്ള ഇരയെ മാത്രമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുകയും പല രീതിയിൽ ഇസ്ലാമോഫോബിയയൊക്കെ സാധാരണവൽക്കരിക്കുക കൂടെയാണ് ചെയ്യുന്നത്.